നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഓർത്ത് കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. കിടന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഒരല്പം കൂടെ നേരത്തെ വന്നാൽ നമുക്ക് കുറച്ചുകൂടെ വർഷിപ്പിനുള്ള സമയമെടുക്കാം. ഇതിപ്പം പേരിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഈ ഉപവാസ പ്രാർത്ഥന മാറരുത്. കാരണം ഉപവാസ പ്രാർത്ഥനയിൽ വചനം മാത്രമല്ല, ആരാധനയ്ക്കും സ്ഥാനമുണ്ട്. കാരണം ആരാധനയിലാണ് ശക്തി പകരപ്പെടുന്നത്. അതുകൊണ്ട് ആമേൻ, കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ നമുക്ക് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായും ആരാധനയ്ക്കായും വചനധ്യാനത്തിനായും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ വേഗം കടന്നു വരികയാണ്. 77-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തകൾ ആരംഭിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നീ അത്ഭുതം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദൈവം ആകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, ഈ വിഷയങ്ങളെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. അതിൽ നമ്മുടെ വിഷയം യേശുവിൻ്റെ അത്ഭുതങ്ങളാണ്. എന്നാൽ ആ അത്ഭുതങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് അത്ഭുതം എന്ന് നമ്മൾ ചിന്തിച്ചു. എന്തായിരുന്നു? സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻട്രാക്ട്സ് നാച്ചുറൽ ലോ. കോമണായ ഒരു പ്രതിഭാസമാണ് നമ്മളവിടെ ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ ആ അത്ഭുതങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിലും എന്തോ സംഭവിക്കണം, അത്ഭുതങ്ങൾ നടക്കണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അതൊരു കേട്ടുകേൾവിയായി, പഴങ്കഥയായി, പഴഞ്ചൊല്ലായിട്ട് മാറരുത്. സ്തോത്രം. ഒരു സൂപ്പർ നാച്ചുറൽ ഇടപെടൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ്, ദൈവശക്തി ഉപയോഗിക്കുവാൻ. സ്തോത്രം. നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചൊരു വിഷയമായിരുന്നു പ്രിയ ജോമോൻ ബ്രദറിൻ്റെ വിഷയം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ജോമോൻ ബ്രദറിൻ്റെ വിഷയം നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചു. എത്ര പ്രാവശ്യം ജോമോൻ ബ്രദർ ഇത് റിജക്റ്റായേ? 7 വട്ടം. 7 വട്ടം LMRA പല കാരണങ്ങൾ പറഞ്ഞ് ആ വിസയുടെ പ്രോസസ്സ്, അഡ്രസ്സ് ശരിയല്ല, ആ സ്റ്റാമ്പില്ല, ഈ പേര് ശരിയല്ല, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വിഷയം 7 പ്രാവശ്യം റിജക്റ്റ് ആയത് ഇന്ന് അപ്രൂവായി. ഒരാമയം പറഞ്ഞാട്ടെ കർത്താവിന് സ്തോത്രം. അടുത്ത പ്രോസസ്സിലേക്ക് കാര്യം നീങ്ങി. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ്. ഇന്ന് രാത്രിയിലും നമ്മളെ ദൈവം ഇങ്ങനെയൊക്കെയാണ് വചനം കേൾക്കുന്നതിനകത്ത് ഉറപ്പിക്കുന്നത്. ഇന്ന് ജോമൻ ബ്രദർ എന്നെ അത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം അത്ഭുതങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ദൈവം ഒരു സാക്ഷ്യത്തിനുള്ള അവസരം നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിപൂർണമായി വിശ്വസിക്കുക, ഇന്ന് രാത്രിയിലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം അത്ഭുതകരമായ മറുപടികൾ തരും. സ്തോത്രം. പ്രിയ ആമേൻ റിജോച്ചാൻ്റെ വിവരം അറിയുവാനിടയായി തീർന്നു. എക്കോയും ആമേൻ സ്തോത്രം. ആമേൻ മറ്റ് ഇതെല്ലാം നോർമലാണ്. നാളെ സ്തോത്രം TMDക്ക് വേണ്ടി ഒരുങ്ങുന്നു. അതിലും നോർമലാണെന്ന് കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഒരു ശാസ്ത്രത്തിനും പ്രതികൂലമാകാനൊക്കത്തില്ല, ഒരു സയൻസിനും പ്രതികൂലമാകാനൊക്കത്തില്ല, ഒരു ശക്തിക്കും പ്രതികൂലമാകാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മൾ ശാന്തമായിട്ടാണ് വചനം ചിന്തിക്കുന്നതെങ്കിലും നമ്മൾ ധ്യാനിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ, ദൈവവചനത്തിലൊരു വാക്യമുണ്ട്: ധ്യാനത്തിങ്കൽ എന്ത് കത്തി? തീ കത്തി. ബഹളമൊന്നുമില്ലായിരുന്നു. ദേ വർ മെഡിറ്റേറ്റിംഗ്. ധ്യാനിക്കുമ്പോൾ തീ കത്തുന്നത് അനുഭവങ്ങൾ ഉണ്ടാകുന്ന എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നു, ആമേൻ, നമ്മുടെ ചർച്ചിലുള്ള എല്ലാവരും ഒന്നും കടന്നു വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ വരുന്നവർ ആമേൻ തുടർമാനമായി വരികയും വിടുതൽ അനുഭവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം അത് ചെയ്യും. കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അത്ഭുതങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അത്ഭുതങ്ങളെ പറ്റി നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത്, എല്ലാ അത്ഭുതങ്ങളും ദൈവികമല്ല, ദൈവത്തിൽ നിന്നല്ല എല്ലാ അത്ഭുതങ്ങളും വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിലേക്ക് ഞാൻ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ അതിൻ്റെ അടുത്ത ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. ശ്രദ്ധിച്ചേ, അത്ഭുതമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കാലത്തിനു മുൻപും യേശുവിനു മുൻപും യേശുവിൻ്റെ കാലത്തും
യേശുവിന് ശേഷവും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. യേശുവിൻ്റെ ജനനം തൊട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ മുൻപും, യേശുവിൻ്റെ കാലഘട്ടത്തിലും, യേശുവിന് ശേഷവും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ പഠനം മുൻപോട്ട് പോകാൻ വേണ്ടി സ്തോത്രം, ഈ അത്ഭുതങ്ങളെല്ലാം കൂടെ ചില വിഭാഗങ്ങളായി തിരിച്ച് നമ്മൾ പഠിക്കണം. സ്തോത്രം, അത് മനസ്സിലാക്കണമെങ്കിൽ ആമേൻ, ചില കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് ഈ അത്ഭുതങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം ഒറ്റ ഒരു കാറ്റഗറിയിലല്ല ദൈവം ചെയ്തിരിക്കുന്നത്. സ്തോത്രം, ഈ സംവിധാനങ്ങൾ, സിസ്റ്റം, അത് നമുക്ക് മാത്രമല്ല ദൈവത്തിനും സിസ്റ്റം ഉണ്ട്. സ്തോത്രം, സ്പിരിച്വൽ സിസ്റ്റം അനുസരിച്ചാണ് സ്വർഗം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അതുകൊണ്ട് ആ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത്ഭുതങ്ങൾക്ക് വിഭാഗങ്ങളുണ്ട്. എന്തുകൊണ്ട്? വിഭാഗങ്ങളുണ്ട്. ശ്രദ്ധിച്ചേ, 7 വിഭാഗങ്ങളായിട്ട് അത്ഭുതങ്ങളെ നമുക്ക് തിരിക്കാം. എത്ര വിഭാഗങ്ങളായിട്ടാ? 7 വിഭാഗങ്ങളായിട്ട് അത്ഭുതങ്ങളെ തിരിക്കാം. നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തു. 7 വിഭാഗങ്ങളായിട്ട്, കാറ്റഗറി ആയിട്ട് അത്ഭുതങ്ങളെ നമുക്ക് തിരിക്കാം. ഒന്ന് കോസ്മിക് മിറക്കിൾസ് ആണ്. എന്താണ് കോസ്മിക് മിറക്കിൾസ്? ഒന്നുകൂടെ പറഞ്ഞാൽ നാച്ചുറൽ മിറക്കിൾസ്, പ്രകൃതിയുടെ മേലുള്ള അത്ഭുതങ്ങൾ. പ്രകൃതിയുടെ മേലുള്ള അത്ഭുതങ്ങൾ അതൊക്കെ നമുക്ക് ഓടി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? ആമേൻ, കടലിനെയും കാറ്റിനെയും ഒക്കെ യേശു ശാന്തമാക്കിയത് മർക്കോസിന്റെ സുവിശേഷം 4 അത് നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം, ആമേൻ, പ്രകൃതിയുടെ മേൽ ഒറ്റ വാക്കുകൊണ്ട്, സ്തോത്രം, ഈ പ്രകൃതിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു. വാക്കിൽ നിന്ന് സൃഷ്ടിച്ച അത്ഭുതം, അതാണ് കോസ്മിക് മിറക്കിൾസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ മിറക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിൻ്റെ എല്ലാം ബേസ് ആയിരിക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻറപ്റ്റ്സ് നാച്ചുറൽ ലോ. അതെന്തും ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. ആ അദൃശ്യമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ, ഭൗതിക ലോകത്തിലേക്കുള്ള ആത്മീക ലോകത്തിൻ്റെ ഇടപെടലാണ് അത്ഭുതം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം ഒന്നാമത്തെ വിഭാഗം ഏതാ? കോസ്മിക് മിറക്കിൾ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. നാച്ചുറൽ മിറക്കിൾ, ആമേൻ, സ്തോത്രം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം എടുത്തേ. 10-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? യോശുവ പറഞ്ഞു. അതിൻ്റെ 1-2 വാക്യങ്ങൾ മേലോട്ടൊന്ന് വായിച്ചേ. 10 മുതൽ. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി ഗിബയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് ബെത്ഹോരനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ച് അസാക്ക വരെയും മക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി. ബേത്ഹോരൻ ഇറക്കത്തിൽ വെച്ച് അസാക്ക വരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ച് അവരെ കൊന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആകാശത്തിൽ നിന്ന് എന്തോ വീണെന്നാ എഴുതിയിരിക്കുന്നത്? വലിയ കല്ല്. സ്തോത്രം. അപ്പം നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ആകാശത്ത് നിന്ന് വലിയ കല്ല് ദൈവജനത്തിൻ്റെ ശത്രുവിൻ്റെ മേൽ വീണ് ദൈവരെ വിജയിപ്പിച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അടുത്തേ. അവരുടെ മേൽ പെയ്യിച്ച് അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കന്മഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. വാളുകൊണ്ട് കൊന്നവരെക്കാൾ ദൈവം കൊന്നവര് അധികം. സ്തോത്രം. വായിച്ചു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ അവര് ജയിക്കുവോളം സെലസ്റ്റിയൽ ബോഡി പോസായെന്ന്. നമ്മൾ ഈ കാണുന്ന സൂര്യൻ, നമ്മൾ രാവിലെ നേരം വെളുക്കുന്ന, കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ വരുന്ന, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മറ്റേ ഭാഗത്തേക്ക് പോകുന്ന
ഈ സൂര്യൻ ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സൗരയുദ്ധം മുഴുവൻ പോസായി പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇന്ന് രാത്രി? ഇനി എൻ്റെ ചോദ്യം, ശരിക്കും പറഞ്ഞ സൂര്യനാണോ ചലിക്കുന്നത്, ഭൂമിയാണോ ചലിക്കുന്നത്? ഭൂമിയാ ചലിക്കുന്നത്, ഇല്ലയോ? ആണോ മക്കളെ? സണ്ണ് ഈ മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഭൂമിയാ ചലിക്കുന്നേ അല്ലേ? നിങ്ങളൊന്ന് ഒറ്റ കാര്യം ശ്രദ്ധിച്ചേ. ഈ ദൈവത്തിൻ്റെ അത്ഭുതമൊക്കെ നമ്മൾ ഇച്ചിരി ആഴമായിട്ട് അങ്ങ് ചിന്തിക്കണം. വലിയ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ശാന്തമായിട്ട് ഇതിനെ ഒന്ന് ധ്യാനിച്ചാൽ മതി. നമ്മുടെ ലൈഫിൽ അത് ഭയങ്കര വിടുതലാ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഓൺ ദ സ്പോട്ടിൽ സഡൻ ബ്രേക്ക് ഇട്ട വണ്ടിക്കകത്തിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല, ഉണ്ടോ? മുമ്പിൽ ചെന്ന്. അങ്ങനെയാണെങ്കിൽ ഭക്തനായ യോശുവ ഒരു പ്രാർത്ഥന, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ എന്തുവാ നിന്നേ? ഭൂമി നിന്നിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ കറങ്ങുന്ന ഭൂമിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്പീഡാണ്. ആ സ്പീഡിൽ കറങ്ങുന്ന ഭൂമി നിന്നാൽ നമ്മൾ നിൽക്കുന്ന ഇടത്തുനിന്ന് തെറിക്കും, വീടുകൾ ഇളകി മറിയും, സകല പരിപാടികളും. നിങ്ങൾ ആ വണ്ടിയുടെ കാര്യം മാത്രം ഒന്ന് ഓർത്താൽ മതി. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അത്ര ഭയാനകരമായിരിക്കും ഭൂമിയുടെ കറക്കം നിന്നാൽ. പക്ഷെ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ 1 ഇഞ്ച് പോലും അനങ്ങാതെ പ്രകൃതി മുഴുവൻ നിശ്ചലമായിട്ടും ഭക്തനു വേണ്ടി നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം എന്തോ എഴുതിയിരിക്കുന്നേ? ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോൾ അവരെങ്ങനെ. അപ്പൊ നോക്കിക്കേ, ഈ നിന്ന് ഓൾ ഓഫ് എ സഡൻ അവരാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും സൂര്യൻ അസ്തമിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഈ 3-ാം ദിവസം നിങ്ങളോട് ഞാൻ ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. നിങ്ങൾ കരയുന്ന വിഷയത്തിന് പ്രകൃതിയുടെ നിയമങ്ങൾ മാറ്റാൻ ദൈവം ശക്തനാണെങ്കിൽ നിന്റെ വിടുതൽ വെളിപ്പെടുവോളം നിനക്ക് വേണ്ടി കരുതാൻ ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിച്ച് ദൈവത്തിന് ആമേൻ പറയാൻ പറ്റും? ഇതെല്ലാം നിന്റെ ആധാരത്തിലാണ് ഇരിക്കുന്നത്. ഈ രാത്രി നിന്റെ വാ തുറന്ന് വിളിച്ചു പറ. ചിലതിനോട് അവിടെ നിൽക്കണമെന്ന് നീ വിളിച്ചു പറ, ചിലതിനോട് അവിടെ അനങ്ങരുതെന്ന് വിളിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ ഉപവസിക്കുന്ന കരയുന്ന ദൈവ പൈതലേ, നിനക്കു വേണ്ടി ഈ ദൈവം ഇന്നും അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. സ്തോത്രം. നിങ്ങൾ അതിന്റെ ആഴമൊന്ന് ചിന്തിച്ചാൽ മതി. അതിന്റെ എന്തോ മഹത്വം, എന്തോ വലിയ മഹത്വമാണെന്ന് മനസ്സിലാകും. യോശുവയെ പോലെ ഭക്തൻ വിളിച്ചു പറഞ്ഞപ്പോൾ സകല 1-2 അല്ല, ഫുൾ ആമേൻ സെലസ്റ്റിയൽ ബോഡി നിശ്ചലമായി. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതാണ് ആമേൻ സ്തോത്രം. നാച്ചുറൽ മിറക്കിൾസ് ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു എന്തുവാ? ചെങ്കടലിനെ വിഭാഗിക്കുന്നു. ഞാൻ ഈ ഭാഗമൊക്കെ ആമേൻ കേട്ട സമയം സൺഡേ സ്കൂളിലുമൊക്കെ പഠിച്ചപ്പം ഈ ശംഖുമുഖം ബീച്ചിൽ പോയി ഞാൻ നിന്നിട്ടുണ്ട്. അപ്പം ശംഖുമുഖം ബീച്ചിൽ പോയി നിൽക്കുമ്പം ഈ വാക്യം നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പം ഈ വാക്യത്തിൻ്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കണം. ആർത്തിരമ്പുന്നത്. ആ ബീച്ചിൽ പോയിട്ടുള്ളവരുണ്ടോ നിങ്ങൾ? ഇല്ല, ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റ രാത്രി കൊണ്ട് 30 ലക്ഷം ആൾക്കാർക്ക് പോകത്തക്കവണ്ണം കടലിൻ്റെ നടുവിൽ ഒരു ഹൈവേ ഒരുക്കിയ ഒരു ദൈവം. സ്തോത്രം. ആ വഴിയുടെ പ്രത്യേകത അത് ഉണങ്ങിയ നിലമായിരുന്നു എന്നുള്ളതാ. ഉണങ്ങിയ നിലം. ഈ ദൈവം അത്ഭുതം ചെയ്താൽ അതിനകത്തൊരു പൂർണ്ണതയുണ്ട്.
സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, എന്തിനാ ദൈവത്തിന് ആമേൻ ഈ കാറ്റടിപ്പിച്ചെന്നറിയാമോ? കാറ്റടിപ്പിക്കുന്ന എന്തിനായിരുന്നറിയാമോ? അവിടെ ഉണക്കാൻ വേണ്ടിയായിരുന്നു. ആ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഇന്ന് രാത്രി ഈ ഉപവാസത്തിൽ നീ വിഷയത്തിൻ്റെ മുൻപിൽ കരയുമ്പോൾ, ഈ വചനം നിൻ്റെ അകത്ത് കയറി ക്രിയ ചെയ്യുമ്പോൾ, സ്തോത്രം, ചില കാറ്റുകളെ ദൈവം ഇന്ന് രാത്രി അടിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ആമേൻ. നിൻ്റെ മുൻപോട്ടുള്ള വാഗ്ദത്തങ്ങളിലേക്കുള്ള നിൻ്റെ യാത്രയെ തടയുന്ന ആമേൻ സ്തോത്രം, കാര്യം ശരിയാ, നിയമം അനുവദിക്കുന്നില്ല. പ്രകൃതിയുടെ നിയമം എന്താ? ആമേൻ, ഈ ചെങ്കടൽ വിഭാഗിക്കപ്പെടത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പറയണം, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ദൈവം ഈ വിഷയത്തിൻ്റെ മേൽ ഈ രാത്രി ഇടപെടാൻ ശക്തനായ ദൈവമാണ്. ഒന്ന് പ്രാർത്ഥിച്ച ഇന്ന് രാത്രി ഹല്ലേലൂയ. നമ്മളിങ്ങനെ ധ്യാനിച്ച് മാത്രം പോകാതെ ആമേൻ, നിങ്ങൾ ആത്മാവിൽ നിന്ന് പ്രതികരിച്ചാൽ ഈ വചനം ലോഗോസായി മാത്രമല്ല റീമയായിട്ട് വെളിപ്പെടാൻ പോകുന്ന രാത്രി. ഹല്ലേലൂയ. ചില കാറ്റുകൾ നിനക്ക് വേണ്ടി ദൈവം അടുപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രകൃതിയുടെ മേൽ ദൈവിക അധികാരം വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, നിനക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികൾ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വെളിപ്പെടുത്താൻ, അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവകൃപ അനുഭവിക്കുന്നവർ വായികൾ തുറന്ന് സ്തോത്രം. ആ കാറ്റിന്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ആമേൻ, നമ്മൾ ഒരു ബൗളിൽ വെച്ച് വെള്ളം എടുത്ത് വെച്ച് നിങ്ങളൊന്ന് ഊതി നോക്കിക്കേ. ആ നമ്മുടെ വായു ചെല്ലുന്ന ഇടത്ത് എന്തോ ഉണ്ടാകും? കുഴി ഉണ്ടാകും. ശക്തമായിട്ട് ഊതിയാൽ തെറിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കടലിലെ വെള്ളത്തെ രണ്ട് സൈഡിലോട്ടാക്കണമെങ്കിൽ അടിച്ച കാറ്റിന്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓ ജീസസ്, അത്ര ശക്തമായ കാറ്റടിച്ചിട്ടും ഇസ്രായേൽ മക്കളെ ഒരു കുഴപ്പം വരാതെ. ഓ, ഇന്ന് രാത്രി എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇത്ര ശക്തമായ കാറ്റടിച്ചിട്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, അടുത്ത് നിന്ന ജനത്തിന്, ആമേൻ, രാത്രി കിടന്നുറങ്ങിയ ജനത്തിന്, വിശ്രമിച്ച കുഞ്ഞുങ്ങൾക്ക്, ആമേൻ, അവരുടെ ആടുമാടുകൾക്ക്, അവരുടെ നന്മകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ ദൈവത്തിന്റെ കരം തടഞ്ഞ് അവരെ പരിപാലിച്ചെങ്കിൽ, കരയുന്ന നിനക്ക് വേണ്ടി, മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവശക്തിയുടെ പ്രവാഹം ഈ രാത്രിയിലും അയക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചില ചെങ്കടലുകൾ പിളർക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ പൊട്ടി മാറട്ടെ. പ്രാർത്ഥിക്കുന്ന രാത്രി ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. ചില കുടുംബങ്ങളിൽ യേശുവിൻ നാമത്തിൽ മടി വിചാരിക്കേണ്ട, കരമടിച്ചു ദൈവത്തിന് നന്ദി പറയാൻ അല്പസമയം വായികൾ തുറന്ന് ദൈവത്തിന് ആരാധന കൊടുക്കുക. മോശേ, നീ എന്തിനാ കരയുന്നേ? ജനത്തോട് മുൻപോട്ട് പോകാൻ പറ. ഞാൻ ഇന്ന് രാത്രി കാറ്റടിപ്പിക്കാൻ പോകുകയാ. ദേ കണ്ടോ, എന്റെ മൂക്കിൽ നിന്ന് ഊതുന്ന ജീവശ്വാസം. ഓ റാൽബാ മാ ഷാറ്റാ ലാ റാബാ ഖാതാന റഗദഗ ഡഗദന അർഥര മനഗഡഗസി അർഥുനി അഡഗബനഗഡഗ ജഗദന റഗദല ഗഡഗസ് അർഥൽ പ്രൗഢി ബിരിബിഗ ക്ഷപ്രബാന ഗഡഗദന അസ്തൽ ഘടഗദന റിഗദി ഗഡഗസിയ അശ്ശകിയാതല വേദി ഗഡഗ പ്രബാന ഗഡഗ എടഗദിനി ബിരിബി ഗഡഗ ജനഗഡഗസിയ. ആ ഭക്തനെ വേർതിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ശാൽവാരാ ബാബാ ബാ ഖാറ്റാലാ ബാബാ ബാബാ ബാ ശാൽബനഗഡഗ ദിരിബിരിബി ഗഡഗസിയാരഗ ജഗഡഗദന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുക.
നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം ആ ഭാഗം വായിക്കുന്നതാ. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഡെപ്ത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 30 ലക്ഷം പേർക്ക് യാത്ര ചെയ്യേണ്ട വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹാശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര പവർഫുള്ളായിട്ടാ ആ വെള്ളത്തിൻ്റെ മേലെ കാറ്റ് വന്നടിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകൊണ്ട് കാണ് നിന്റെ വിഷയത്തിൻ്റെ മേൽ കാറ്റടിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകൊണ്ട് കാണ് നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങളുടെ മേൽ ഈ ദൈവശക്തി വന്ന് ആഞ്ഞടിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആമേൻ ചില ഭാരമുള്ള വിഷയങ്ങൾ ആമേൻ ഒരു വലിയ കല്ല് വന്ന് വീഴുന്നത് പോലെ ചിലതിന് മീതെ ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ, അഴിയട്ടെ, 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 അഴിയട്ടെ. അടകദന ഗടകദന രഗജഗടകസി അടമന ഗടകദന രഗജഗടകദന അർത്ഥര പ്രഭജഗടകദിനി വിരിവിഗടകജഗടകസിയ ലഗടകദന രഗദൽ ഖമന ഗടകദന അടയാ മനഗടകദന റിഗദൽ ഖമന ഗടകദിനി വിരിവിഗടകദന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് ഞങ്ങളുടെ നടുവിൽ സംഭവിക്കട്ടെ. കർത്താവേ, ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ഒരു മിറക്കിൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തോത്രം. ആമേൻ. നമ്മളൊക്കെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരല്ലേ? ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ ജെറ്റ് എൻജിൻ്റെ പവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി അടിച്ചാൽ കാണും. സ്തോത്രം. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ബസ്സൊക്കെ അതിൻ്റെ പുറകിൽ കൊണ്ട് നിർത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര പേര് കണ്ടിട്ടുണ്ട്? ആമേൻ. ബസ് കൊണ്ട് നിർത്തിയത് എൻജിൻ ഓൺ ആക്കുമ്പോൾ സോപ്പ് പെട്ടി തെറിച്ചു പോകുന്നത് പോലെ സ്തോത്രം ആ ബസ് കരണം മറിഞ്ഞു പോകുന്നത് ആമേൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത്രയും വീതിയിൽ ഹല്ലേലൂയ വഴി തുറക്കാൻ വേണ്ടി അടിച്ച ശക്തിയുടെ ആ കാറ്റിൻ്റെ ശക്തി എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ ആ കാറ്റിനകത്തും വിളിച്ചിറക്കിയ ഒന്നിനു പോലും കേടുവരാതെ, വിളിച്ചിറക്കിയ ഒന്നിനെ പോലും കേടുവരാതെ. ഓ, ഇന്ന് രാത്രി എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? വാഗ്ദത്തം കേട്ട ദൈവ പൈതലേ, ആമേൻ, വിളി കേട്ട ദൈവ പൈതലേ, ആമേൻ, നിയോഗമുള്ള ദൈവ പൈതലേ, ഇന്ന് രാത്രി നിനക്കു വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിനും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയുന്നതിനും യുക്തിക്കകത്ത് നിരക്കാത്തതുമായ വൻകാര്യങ്ങളെ എൻ്റെ ദൈവം ഇന്ന് രാത്രി ചെയ്യും. ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവൻ അടിച്ചു. അതാ പ്രകൃതിയുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വ്യാപരിക്കും. ഒരാമയം പറഞ്ഞ ഇന്ന് രാത്രി ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലായിട്ട് വെള്ളം രണ്ടാകുകയാ. എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെ ചില ദൈവപ്രവൃത്തിയിൽ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവോട് പ്രാർത്ഥിച്ച, കർത്താവേ, ചിലത് ഇന്ന് രാത്രി രണ്ടാകണം. ആമേൻ. നടക്കത്തില്ലെന്ന് പറഞ്ഞത് ഇന്നലെ രാത്രിയിലത്തെ പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ചില്ലേ? 7 വട്ടം റിജക്റ്റ് ആയത് ഒറ്റ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ഇന്നതിൻ്റെ പോസിറ്റീവ് വാർത്ത കേട്ടെങ്കിൽ അധികാരികളല്ല വിഷയം, അധികാരങ്ങളല്ല വിഷയം, പ്രകൃതിയല്ല വിഷയം, നിയമങ്ങളല്ല വിഷയം. എസ്തേർ ഹല്ലേലൂയ 3 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഉപവാസത്തോടുകൂടെ എസ്തേർ പറഞ്ഞൊരു വാക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. ഇന്ന് രാത്രി നിയമങ്ങൾ ഈ ലോകമനുഷ്യനുള്ളതാ, നിയമങ്ങൾ ഈ ലോകമനുഷ്യനുള്ളതാ. പക്ഷെ നിന്റെ നന്മയ്ക്ക് വിരോധമായി ഏത് വലിയ നിയമം കെട്ടിപ്പൊക്കിയാലും ഇന്ന് രാത്രി എന്തെല്ലാം തടസ്സങ്ങൾ പിശാച് ഒരുക്കിയാലും കരയുന്ന നിന്റെ കണ്ണുനീരിന് കുതിർത്ത് കളയാൻ കഴിയാത്ത, ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കാം, നിന്റെ കണ്ണുനീരിന് കുതിർത്ത് കളയാൻ കഴിയാത്ത ഒരു നിയമങ്ങളും ഈ രാത്രി ഈ ഉലകത്തിലില്ല. ആ പാവമൊക്കെ എന്തോ പവർഫുള്ളാ അല്ലയോ? നിങ്ങളൊന്ന് ആലോചിക്കുക. നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോകും. അതാ അത്ഭുതം എന്ന് പറയുന്നത്. അങ്ങനെ ചെന്ന് ചെങ്കോല് കാണിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാ. ഇന്ന് രാത്രി ഒരു ധൈര്യമകത്ത് വ്യാപരിക്കുന്നുണ്ടോ? റിപ്പോർട്ടുകൾ എന്തും പറഞ്ഞോട്ടെ, റിപ്പോർട്ടുകൾ എന്തും പറഞ്ഞോട്ടെ, യാഥാർത്ഥ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ,
അതിന് വിപരീതമായി സംസാരിക്കാൻ, അതിന് വിപരീതമായി ഇടപെടാൻ, അതിന് വിപരീതമായി ചലിക്കാൻ, അതിന് വിപരീതമായി കാലെടുത്തു വയ്ക്കാൻ, ആശയ്ക്ക് വിരോധമായി, ഒന്നുകൂടെ പറഞ്ഞേ, ആശയ്ക്ക് വിരോധമായി, ആശയ്ക്ക് വിരോധമായി. ആശയില്ല, പ്രതീക്ഷയില്ല, സാധ്യതയില്ല, പക്ഷെ കരയുന്ന എനിക്ക് അതിന് വിരോധമായി. ഈ രാത്രി ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? അത് കഴിയുന്ന ഒരു കൂട്ടമാ വേർപെട്ട ദൈവമക്കൾ. ആശയ്ക്ക് വിരോധമായി, പ്രതീക്ഷയില്ലാത്തടത്ത്, സാധ്യതയില്ലാത്തടത്ത് കാലെടുത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തിന് പ്രകൃതിയുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി ഏതാ? കോസ്മിക് മിറക്കിൾസ്. ഇങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒത്തിരി ധ്യാനിക്കാം. കോസ്മിക് മിറക്കിൾസ്, നാച്ചുറൽ മിറക്കിൾസ്, പ്രകൃതിയുടെ മേൽ മിറക്കിൾസ് ഓവർ ക്രിയേഷൻ. ആമേൻ. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗമാണ് ബയോളജിക്കൽ മിറക്കിൾസ്, ജീവശാസ്ത്രത്തിൻ്റെ മേലുള്ള അത്ഭുതങ്ങൾ. ബയോളജിക്കൽ ആ കാറ്റഗറിയിൽ പെടുന്നതാണ് സൗഖ്യങ്ങൾ. ഏതാണ്? സൗഖ്യം, രോഗസൗഖ്യങ്ങൾ എല്ലാം അതിനകത്ത് പെടുന്നതാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ബയോളജിക്കൽ മിറക്കിളാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മൂക്കിൽ ജീവശ്വാസമൂതി മണ്ണായിരുന്ന ആ രൂപത്തെ ജീവനുള്ള ഒരു ദേഹിയാക്കി, ദേഹമാക്കി ഒറ്റ ശ്വാസത്തിൻ്റെ മേൽ. ആമേൻ. അതാണ് ബയോളജിക്കൽ. അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് പിന്നെ വരും, നമ്മൾ പുറകെ ചിന്തിക്കുമ്പോൾ. ബയോളജിക്കൽ മിറക്കിൾസ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്പിരിച്വൽ മിറക്കിൾസ്, അദൃശ്യമണ്ഡലത്തിൻ്റെ മേലുള്ള അത്ഭുതങ്ങൾ. അൺസീൻ വേൾഡ്, അദൃശ്യമണ്ഡലം, നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് തൊടാൻ കഴിയാത്ത, നമുക്ക് എന്താ പറയുന്നത്, ടാഞ്ചിബിൾ അല്ലാത്ത അൺസീൻ വേൾഡ്, അദൃശ്യമണ്ഡലത്തിൻ്റെ മേലുള്ള അത്ഭുതങ്ങൾ. അതാണ് എക്സോർസിസം എന്ന് പറയും. എക്സോർസിസം, EXORCISM, കാസ്റ്റിംഗ് ഔട്ട് ഡെമോൺസ്. ഇരുട്ട് ശക്തികളെ, ഭൂതശക്തികളെ, ദുർഭൂതങ്ങളെ പുറത്താക്കുക. അതൊരു അത്ഭുതമാണ്. നിങ്ങൾ ചിന്തിക്കുക, അതൊരു സാധാരണ കാര്യമാണെന്ന്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അതൊരു സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡാണ്. എന്താ? ഭൂതങ്ങളെ പുറത്താക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്തോത്രം പറയുന്നത് അന്നേരമാണ്. കാരണം എന്നാ? പേടിയാ. നമ്മുടെ വിചാരം ആ പുള്ളിയാണ് ഇത് പുറത്താക്കുന്നത്, ആ പുള്ളിയല്ല ഇത് പുറത്താക്കുന്നേ. ആരാ പുറത്താക്കുന്നേ? ദൈവമാണ്. ആ വ്യക്തിയെ ദൈവം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതിന് വിളിക്കുന്ന പേരെന്താ? എക്സോർസിസം. എക്സോർസിസം, മിറക്കിൾസ് ഇൻവോൾവിങ് ദ കാസ്റ്റിംഗ് ഔട്ട് ഓഫ് ഡെമൺസ് ഓർ ഈവിൽ സ്പിരിറ്റ്സ്. അതിനെയാണ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് അതിനടിയിൽ വരുന്ന മറ്റൊരു അത്ഭുതമാണ് ഏഞ്ചലിക് വിസിറ്റേഷൻസ്. എന്താണ്? ഏഞ്ചലിക് വിസിറ്റേഷൻസ്, ദൂതന്മാരുടെ പ്രത്യക്ഷതകൾ, എൻകൗണ്ടറുകൾ. അതും അത്ഭുതമാണ്. കാരണം ക്ഷയിച്ചു പോകുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ സ്വർഗീയ ദൂതന്മാർ വിസിറ്റ് ചെയ്യും. എക്സാമ്പിൾ, അപ്പോസ്തലപ്രവൃത്തി 12:7 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ ദൂതൻ അവിടെ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. നോക്കിക്കേ, ഒരു മനുഷ്യൻ ഇടപെടുന്നത് പോലെ, ഒരു സഹ കാരാഗ്രഹവാസി ഇടപെടുന്നത് പോലെ ദൂതൻ ഇറങ്ങി വന്നിട്ട്
പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? സ്തോത്രം. 5-ാം വാക്യം മുതൽ, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന് തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ. നിങ്ങൾ അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ട് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. എനിക്ക് ആ തട്ടലിന് ഒത്തിരി സന്തോഷം തോന്നി. ഒറ്റ തട്ടലിൽ 2 കാര്യമാണ് നടന്നേ. 1, അവൻ ഉണർന്നു. 2, അവൻ്റെ ചങ്ങല വീണുപോയി. ഏഞ്ചലിക് വിസിറ്റേഷൻസിനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതൊന്നും ചുമ്മാതെ ആരാണ്ടക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ അനുഭവിക്കാൻ വെച്ചിരിക്കുന്ന, നമ്മുടെ വിചാരം ഇതൊക്കെ ദുരുപദേശം. ഇതൊന്നും ദുരുപദേശമല്ല. ദൈവദൂതന്മാർ നമുക്ക് വെളിപ്പെടും. പുതിയ നിയമത്തിൽ നടന്ന കാര്യമാണ്. ഫിലിപ്പോസിനെ ദൈവം ആത്മാവിൽ സൂപ്പർ നാച്ചുറൽ വിസിറ്റേഷൻ ആണത്, സ്പിരിച്വൽ മിറക്കിൾ ആണത്. നമ്മൾ 4 പേര് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് എന്നെ കാണുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചു പറയാൻ ഇന്നടത്തുണ്ടെന്ന് പറയുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും? എന്നെ കൊണ്ടുപോയില്ല, പാസ്റ്ററെ കൊണ്ടുപോയി. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും ദൈവത്തോട്? കർത്താവേ, ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോൾ ദൂതന്മാരുടെ വിസിറ്റേഷൻ എനിക്ക് ഉണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മളൊരു പാട്ടിനകത്തും നമ്മളൊരു ആരാധനയ്ക്കകത്തൊക്കെ ഒതുങ്ങി പോകാം. അതിനപ്പുറത്തോട്ടൊന്ന് പോയാൽ നമ്മളിങ്ങനെ മുഖം ചുളുക്കും. ഇതെന്താ ഇങ്ങനെ? ഇത്രയും ശബ്ദത്തിൽ പാടേണ്ട കാര്യം, ഇത്രയും ശക്തിയോടെ ആരാധിക്കേണ്ട കാര്യം ഉണ്ടോ? ഇതൊക്കെ ആത്മീകമാണോ? പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവല്ലേ? അത് കേൾക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് വന്ന വഴിയെ വിട്ടങ്ങ് പൊക്കോളും. നമ്മൾ പരിശുദ്ധാത്മാവിനും ആ സ്പിരിച്വൽ വേൾഡിന് നമ്മൾ ഫ്രീഡം കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ഇടയിൽ ഒരു പരിധി വിട്ട് ദൈവാത്മാവ് ഇടപെടുകയില്ല. രാമൻ പറഞ്ഞ നിങ്ങളിന്ന് രാത്രി നമ്മൾ പ്രവചനങ്ങളെ സ്വീകരിക്കണം, നമ്മൾ വെളിപ്പാടുകളെ സ്വീകരിക്കണം. ഒരാൾ അന്യഭാഷ പറയുമ്പോൾ മറ്റൊരാൾ വ്യാഖ്യാനിക്കുന്നത് ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ദർശനങ്ങൾ കാണുന്നവരുണ്ടായിരുന്നു. ആ ദർശനം പിന്നത്തെ കൂടിവരവിൽ അവർ ഒരുമിച്ച് വിചിന്തനം ചെയ്ത് സ്തോത്രം ചെയ്യുന്ന അനുഭവങ്ങൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും സ്വർഗത്തിലേക്കാൾ വലിയ മൗനതയാണ് നമ്മുടെ ഇടയിൽ. പക്ഷെ നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നേ? മിറക്കിൾസ്. ഇത് പ്യുവർലി സ്പിരിച്വലാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. നമ്മൾ പണം കൊടുത്താലോ, നമ്മൾ പൈസ കൊടുത്താലോ, നമ്മുടെ ആരോഗ്യം കൊടുത്താലോ കിട്ടുന്നതല്ല. ഇത് ദൈവാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ, ഫ്രീഡം കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹമാണ് മിറക്കിൾസ്. ഹല്ലേലൂയ. അപ്പം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കണം? കർത്താവേ, യുവാസം കഴിയുന്നതിന് മുൻപ് ഒരു വിസിറ്റേഷൻ ഉണ്ടാകണം. എന്താ ഉണ്ടാകണം? പറഞ്ഞേ, വിസിറ്റേഷൻ. ദൈവദൂതന്മാർ ഇടപെടും. ആമേൻ. അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? ആമേൻ, സ്തോത്രം. വാതിലിൻ്റെ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണു. ആ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞ്, ചങ്ങല വീണു. അടുത്തിരിക്കാൻ നോക്കുന്ന കരം കൊടുത്തിട്ട് പറ, ചങ്ങല വീണെന്ന് പറ. പറച്ചിലിനകത്ത് വീഴണം. ആരാ വീഴ്ത്തിയേ? ദൂതൻ വീഴാൻ വല്ലതും ചെയ്തോ? സത്യം പറഞ്ഞ ദൂതൻ ദൂതൻ വന്നതും അറയിൽ വെളിച്ചം വീണതും അറിയാതെ പത്രോസ് കിടന്നുറങ്ങുക. അപ്പം പത്രോസിനെ അറിയിക്കണമെങ്കിൽ ദൂതൻ തട്ടിയാലേ
പറ്റത്തുള്ളൂ. ചങ്ങല വീഴ്ത്താനല്ല പത്രോസിനെ വിലാപ്പുറത്ത് തട്ടിയത്. എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? ഹല്ലേലൂയ. പത്രോസിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനാണ് ദൂതൻ വിലാപ്പുറത്ത് തട്ടിയത്. പക്ഷേ ദൂതന്റെ കരം പത്രോസിന്റെ മേൽ വീണപ്പോൾ ബന്ധിച്ചിരുന്ന ലോകത്തിന്റെ ചങ്ങല തന്നെ പൊട്ടി വീണു. ഓ, ഈ രാത്രി എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് ഒന്ന് സ്പർശിക്കാൻ ഇടയായാൽ ഒരന്യായ ബന്ധനങ്ങൾക്കും ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ചില ചങ്ങലകൾ പൊട്ടട്ടെ. ഓ ജീസസ്. ആ വചന വെളിപ്പാട് മനസ്സിലാകുന്നത് എത്ര ദൈവമക്കളുണ്ട്? ചങ്ങല വീഴ്ത്തേണ്ടതിന് ദൂതൻ തട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ദൂതന്റെ സ്പർശനം പത്രോസേ നിന്റെ ദേഹത്തു വീണപ്പോൾ ലോകം കെട്ടിയ ചങ്ങല, അതെത്ര വലിയ ചങ്ങലയായാലും, അതെത്ര വലിയ പൂട്ടിയതായാലും, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, നിന്റെ ആരാധനയുടെ മുൻപിൽ നിന്റെ മേൽ ദൈവ സാന്നിധ്യം ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയാൽ നിന്റെ ശരീരത്തിന്റെ കെട്ടഴിയാൻ തുടങ്ങും, നിന്റെ ശരീരത്തിന്റെ ബന്ധനം അഴിയാൻ തുടങ്ങും, നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിയാൻ തുടങ്ങും. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുക. ചില ദൈവിക ഇടപെടലുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അന്യായമായ ചില ബന്ധനങ്ങൾ ഈ രാത്രി അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ദൂതൻ തട്ടിയാൽ ചങ്ങല വീഴുമെന്ന് പറ. ആമേൻ. ദൂതൻ തട്ടിയാൽ, ആമേൻ, സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായാൽ. സ്തോത്രം. പത്രോസ് എഴുന്നേറ്റ്, പത്രോസ് കിടന്നുറങ്ങിയപ്പം ചങ്ങലയുമായിട്ടാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? ഓ, ഇതിനകത്ത് ഭയങ്കര സന്തോഷം ദൈവാത്മാവ് തരിക. കിടന്നുറങ്ങിയപ്പോൾ ചങ്ങലയിലൊക്കെ നോക്കിയിട്ട്, അയ്യോ, ഈ ചങ്ങലയുടെ വലുപ്പവും ഈ ചങ്ങലയുടെ നിറവും ഇതിൻ്റെ ഘനമൊക്കെ നോക്കിയായിരിക്കും പത്രോസ് ഉറങ്ങിയത്. മയങ്ങിയപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരുന്നു? അവൻ്റെ കയ്യെ കിടന്ന ചങ്ങല, അവൻ്റെ കാലെ കിടന്ന ചങ്ങല. പക്ഷെ അവൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ അത് കാണാനില്ല. ഇന്ന് രാത്രി നീ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ കണ്ണു തുറക്കുന്നതിന് മുൻപ് ആമൻ ചില വ്യത്യാസങ്ങൾ നീ കാണത്തോ. ഈ ദിവസങ്ങളിൽ ആരോടോ ദൈവാത്മ വചനത്തിലൂടെ ഇടപെടുക. അസാധാരണമായ ചില ഇടപെടലുകൾ ആമൻ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ വ്യാപരിക്കട്ടെ. Raba kata raba kata raba kala raka ribala bala gada giri biri biri idabo nasi nakabo igandalo akala digada gada hasal kaudi biri biri gada kuda rega shospala digada gal khamana gada. Oh Jesus, kuda bala 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 ba. Oh riga gaka raga ribala bausha rigada tula bala bala gauda. Yes 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 yes. Rigala mana gadagas regala gadagas udaba regado rigado 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 rektom. ജീസസ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനമുണ്ട്, ഇരുള് വെളിച്ചത്തെ പിടിച്ചടക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു വെളിപ്പാടായിട്ട് മനസ്സിലാകുന്നുണ്ടോ? സ്പിരിച്വൽ ബോഡി, ആത്മശരീരം, ദൈവി സെലസ്റ്റിയൽ ബോഡി, സ്വർഗീയ ജീവിയാണ് ദൂതൻ, സ്വർഗീയ സൃഷ്ടിയാണ് ദൂതൻ. ആ ദൂതൻ്റെ കരം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേൽ തൊട്ടപ്പോൾ അഴിയേണ്ടത് അഴിഞ്ഞു മാറി. ഒരു തെളിവൂടെ തരാം. വേഗം എഴുന്നേൽക്കാൻ അവനെ പറഞ്ഞു ഉണർത്തി.
ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. ഒരു കണക്ഷൻ കയറി വരുന്നുണ്ട്. ഞാൻ മുമ്പേ എന്തോ പറഞ്ഞേ, ശക്തമായ കാറ്റടിച്ചിട്ടും അവിടെ നിന്ന ജനത്തിനൊരു പോറൽ പോലും. അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി ചങ്ങല വീഴത്തക്കവണ്ണം പൗലോസിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചിട്ടും ചങ്ങല പൊട്ടിച്ച ആ ദൈവശക്തി പൗലോസിന് അനുകൂലമായി നിന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ചങ്ങല പൊട്ടിക്കേണ്ട സംഭവം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. എത്ര ശക്തമായിട്ട് പൊട്ടിക്കേണ്ടതായ സാധനമാണ് ചങ്ങല. പക്ഷേ ഒറ്റയടിയിൽ, ഒരൊറ്റ തട്ടലിൽ, വിലാപുറത്ത് അടിച്ചെന്നല്ല എഴുതിയിരിക്കുന്നേ, തട്ടി. ആ തട്ടൽ ഇന്ന് രാത്രി ചിലതിൻ്റെ മേൽ വീഴാൻ പ്രാർത്ഥിക്കണം. നീ ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പം സ്തോത്രം, പത്രോസെ നീ എന്താ പിറ്റേ ദിവസം തല കണ്ടിക്കാൻ പോക അല്ലേ? പിറ്റേ ദിവസം തല അറുക്കാൻ പോക. അതിൻ്റെ ഒന്നാമത്തെ വാക്യം എന്തുവാ? ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. വാളുകൊണ്ട് കൊന്നത് കേട്ട് അസ്വസ്ഥനാകേണ്ട പത്രോസ് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. അതാ ഭക്തൻ. ചുമ്മാതല്ല. 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചേ. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരനായ അവന്റെ പശക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ആരെയായി അപ്പോസ്തലന്മാര്? പത്രോസ്, യോഹന്നാന്. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഈ എക്സ്പീരിയൻസ് ആർക്കുണ്ട്? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചില നാളുകൾക്ക് മുൻപ് ഇതിനേക്കാൾ വലിയ പരിപാടിയിൽ ഞാൻ കിടന്നതാ. അവിടെ ആരിറങ്ങി വന്നു? ദൂതൻ ഇറങ്ങി വന്നു. ഒരനുഭവത്തിൽ ദൈവകൃപ അനുഭവിച്ചവനാണ് ആര്? പത്രോസ്. അതുകൊണ്ട് പത്രോസിനൊരു കാര്യം അറിയാം, എൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ലെങ്കിൽ ഇതിനകത്തും ദൂതൻ ഇറങ്ങി വരും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ആ ഒരു ധൈര്യം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. എൻ്റെ മേലുള്ള വാഗ്ദത്തം, എൻ്റെ മേലുള്ള വിളി, അതിനകത്ത് എനിക്കൊരു ഉറപ്പുണ്ട്. അങ്ങനാണെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ പുറത്തു വരും. ആമേൻ. ആ ഒരു ധൈര്യത്തിൽ ഇവിടെ ആര് കിടന്നുറങ്ങുക? പത്രോസ്. നോക്കിക്കേ, ഒറ്റ തട്ടിന് ചങ്ങലയും വീണു. ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ഒരു സംശയമുണ്ട്? അല്ലാതെ ചങ്ങല വീണതെങ്കിൽ താഴോട്ട് വായിച്ചേ. അവൻ അങ്ങനെ ചെയ്തു, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നുവെന്ന്. അടുത്ത വാക്ക്, അവൻ 1-ാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിലേക്ക് ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് സ്വതവേ മുമ്പിൽ തുറന്നു. ഇനി ഒന്ന് തിരിച്ച് മണിക്കൂറുകൾ മനുഷ്യർ, ചില പട്ടണങ്ങളുടെ വാതിലുകൾ ആനയെ കൊണ്ട് അടപ്പിക്കുന്നതെന്നാ. ഒത്തിരി പേര് ചേർന്ന് അടയ്ക്കുന്ന വാതിലാ പട്ടണത്തിൻ്റെ വാതിൽ. അതവൻ്റെ മുമ്പിൽ സ്വതവേ തുറന്നു. ആരുടെ കഴിവാ പത്രോസേ? ആരുടെ കഴിവാ? നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ കഴിവാണിത്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നത് എന്നറിയാമോ? ആമേൻ. ചങ്ങല തട്ടി വീഴ്ത്തി താഴെ ഇട്ടിട്ട് ദൂതം പോയില്ല. ആ വിടുതലിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നത് വരെ. എൻ്റെ കൂടെ എത്ര പേരുടെ രാത്രി ഹല്ലേലൂയ? കാരാഗ്രഹത്തിനകത്തുനിന്ന് ഇറങ്ങി ഓടിക്കോ എന്ന് പറഞ്ഞ് പിന്നെയും അവനെ ഇട്ട് വട്ടം കറക്കുക അല്ലായിരുന്നു ദൂതൻ. ചങ്ങല പൊട്ടിച്ചിറക്കുന്നുള്ളത് സത്യമാ. പക്ഷേ അവൻ്റെ വിടുതൽ പൂർണ്ണതയോടെ അവൻ
അനുഭവിക്കുന്നത് വരെ അവന് മുമ്പേ നടക്കുന്ന ദൈവ സാന്നിധ്യം. ഈ രാത്രി ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നവർ ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ നിന്നെ ഒന്ന് അല്പം ആശ്വസിപ്പിക്കുന്നവനല്ല ദൈവം. അവൻ നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ചാൽ അതിൻ്റെ പൂർണ്ണതയിൽ നീ പട്ടണവാതിലിന്റെ പുറത്തെത്തി സഹോദരന്മാരെ കാണുന്നത് വരെ ചേർന്ന് കർത്താവിനെ മഹത്വം കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ അങ്ങനെ ചില വിസിറ്റേഷനുകളെ ആഗ്രഹിക്കുകയോ. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി. എനിക്ക് ആ പദം അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ആമേൻ. ഒരു ദർശനം കാണുന്ന 10ാമത്തെ വാക്യം, അവർ ഒന്നാം കാവലും 2ാം കാവലും കടന്നു. അത് അവർക്ക് സ്വതവേ തുറന്നു. അടുത്ത വാക്യം, അവർ പുറത്തിറങ്ങി. ആരാ അവർ? പത്രോസും ദൂതനും. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ ഈ പ്രശ്നം കടന്നു പോകുവോളം നീ ഒറ്റയ്ക്കല്ല. നീ ഈ പ്രതിസന്ധി കടന്നു പോകുവോളം നീ ഏകനല്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, ഞങ്ങൾ ഈ പ്രശ്നത്തെ കടക്കാൻ പോകുകയാ. ഞങ്ങളെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമല്ല, നീയും ദൈവ സാന്നിധ്യവും, നീയും ദൈവത്തിന്റെ ദൂതനും. ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ഞങ്ങൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പോകുകയാ. ഞങ്ങൾ ഇതിന്റെ മീതെ നടക്കാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ അല്പസമയ ശക്തിയോടെ കരമൊന്നടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തുറക്കട്ടെ. ആർക്കും തുറക്കാത്ത, ആർക്കും സ്വതവേ തുറക്കാത്ത പട്ടണത്തിന്റെ മുൻപിലുള്ള ഇരുമ്പ് വാതിൽ ആമേൻ ഭക്തന് വേണ്ടി തുറന്നെങ്കിൽ ഈ ഉപവാസത്തിന്റെ 3ാം രാത്രിയിൽ 3ാം ദിവസം കല്ലറകളെ ഭേദിച്ച ദൈവത്തിന്റെ ശക്തി ഈ 3ാമത്തെ ദിവസം ചിലർക്ക് വേണ്ടി ചില വഴികൾ തുറക്കട്ടെ. ശബര ജഗന രഗജ രഗദ റിഗമന ഘടകദനെ അടമന ഘടക സടവൽ ഖമനം അടകം ജഗനം ധരകം ജലകം ധരകം ദാനം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ ചില വിടുതലുകൾ ഏറ്റെടുക്കുകയോ. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ അവർ എന്നുള്ളത് 2ആയി. ദൂതൻ അവനെ. അതുവരെ ദൂതനും അവനും അവരായിട്ട് ഒരുമിച്ച് നടന്നെങ്കിൽ അവൻ്റെ വിടുതലിൻ്റെ പൂർണ്ണത എത്തിയപ്പോൾ ബന്ധിച്ചവന് ആമേൽ പൂട്ടിയിട്ടവന് പിന്നെ പത്രോസിനെ തൊടാൻ പറ്റാത്ത ഒരു ലെവലിൽ പത്രോസ്, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. നിന്നെ ഉപദ്രവിച്ചവന്, നിന്നെ കയ്യിൽ ചങ്ങലയിട്ടവന്, ആമേൻ, നിന്നെ തൊടാൻ പറ്റാത്ത ഒരു റേഞ്ചിൽ പത്രോസ് എത്തിക്കഴിഞ്ഞപ്പോൾ പത്രോസേ ഇനി നിനക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന് മനസ്സിലാകുമ്പോൾ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരും, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരും. ഈ രാത്രി ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എന്റെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. അല്പസമയം എല്ലാവരും ദൈവത്തിന് ആരാധന പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ, ചില എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ, കെട്ടിയിരിപ്പുകളുടെ മേൽ, ശുദ്ര പ്രയോഗങ്ങളുടെ മേൽ, ആഭിചാര മേഖലകളുടെ മേൽ ചില ദൈവശക്തിയുടെ വ്യാപാരം ഈ രാത്രി വ്യാപരിക്കട്ടെ. ഒരു തെരുവ് കടന്നു. പത്രോസ് തന്നെ പോകാനുള്ള സെറ്റപ്പായപ്പോ, പത്രോസ് തന്നെ പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ എത്തിപ്പെടുമെന്ന് ദൈവത്തിന് ഉറപ്പായപ്പോ ദൂതൻ പത്രോസിനെ വിട്ടുപോയി. കണ്ണുകളടച്ചേ. ഇന്ന് രാത്രി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ